നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സമയം വൈകിയോ? സുരേന്ദ്രൻ ഇന്ന് എന്താ പറ്റിയേ? എല്ലാം വളരെ വിസ്തരിച്ചാണല്ലോ. സുരേന്ദ്ര, ദാ നേരം വൈകണു. ദേവുട്ടി ഇറങ്ങി നിൽക്കുക. സുരേന്ദ്ര, എന്തൊക്കെയോ മറന്നതുപോലെ ഒരു തോന്നല്. അതിനിപ്പോ നീ അന്യനാട്ടിലേക്കൊന്നും അല്ലല്ലോ പോണത്. മറന്ന കാര്യം ഓർമ്മ വന്നാ അത് അത്യാവശ്യ കാര്യമാണെങ്കിൽ അന്നേരം തന്നെ ഇങ്ങ് വരാല്ലോ. അതെ അതെ, അമ്മ പറഞ്ഞത് അതിന്റെ ശരി. പക്ഷേ എന്തോ ഉള്ളിക്കിടന്നിങ്ങനെ തികട്ടുന്നു. എന്താണെന്ന് ഒരു ബോധ്യവും വരുന്നില്ല. നീ പോയിട്ട് അവിടെ അമ്മയുടെ നടയിൽ ചെന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കും. അതോടെ ഉള്ളിക്കിടന്ന് തേട്ടുന്നതെന്തോ ഒക്കെ വെളിയിൽ പൊക്കോളും. ശരി അമ്മേ. എന്തോ കേട്ടെന്ന് തോന്നി. സൗകര്യം കിട്ടിയാല് ഞാൻ വിനോദിന്റെ ഹോസ്റ്റൽ വരെ ഒന്ന് പോവും. അപ്പോ വരാനൽപ്പോ വൈകും. ശരി, പോവാ മോളെ. ഇതെന്താ ഇന്ന് പതിവില്ലാത്ത യാത്ര പറച്ചില്? ഇതാർക്ക് വേണ്ടിയാ സുരേന്ദ്ര? ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു കുമാരട്ട. മംഗലാപുരത്ത് എവിടെയുള്ള ആളാ. അയാള് തന്ന ഓർഡറാ. ഇതിലെ അക്ഷരങ്ങൾ സുരേന്ദ്രൻ ശ്രദ്ധിച്ചായിരുന്നോ? കണ്ടു. ഞാനാ ഓർഡർ എടുത്തത്. ആളിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. കാണും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? ഓരോരുത്തരുടെ പ്രശ്നങ്ങള് ഏറ്റവും അടുപ്പമുള്ളവർ പോലും അറിയില്ലല്ലോ. അതാണ് സത്യം. അത് ശരിയാണ്. പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിലേ എന്നെ പോലെ എല്ലാം വെടിഞ്ഞു ജീവിക്കണം. സന്യാസിയാണോ? അല്ല. ഗൃഹസ്ഥനാണോ? അതും അല്ല. പിന്നെന്താണ്? ഇതൊന്നും അല്ല. കുമാരേട്ടാ, അക്ഷരകാരം ബുക്ക് ചെയ്ത് സാറാ, അതെടുത്ത് കൊടുക്കുക. സാറ് ചെയ്യിച്ച അക്ഷരങ്ങൾ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ചേട്ടന് മനസ്സിലാവില്ല. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും. അതുപോലെ. അത് ശരിയാണ്. ദേവിക്ക് സമർപ്പിക്കുമ്പോ ദേവി അറിഞ്ഞാ മതിയല്ലോ. അക്ഷരസ്വരൂപിണിയായ ദേവിക്ക് അറിയാത്ത അർത്ഥങ്ങളില്ലല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ വന്നത് തൊഴാനല്ല. വന്ന കൂട്ടത്തില് ദേവിയെ തൊഴുതൂന്ന് മാത്രം. ഞാൻ വന്നത് പ്രധാനമായും ചേട്ടനെ കാണാനാ. പത്മപ്രഭന്റെ മകനാണ് ഞാനെന്ന് പറഞ്ഞപ്പോ തന്നെ ചേട്ടന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവൂല്ലോ. പത്മപ്രഭൻ മരിച്ചെങ്കിലും അവകാശികൾ ബാക്കിയുണ്ടെന്ന് ചേട്ടനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴത്തെ ഈ വരവ്. ഞാൻ വീണ്ടും വരും. അതെന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ ചേട്ടൻ അറിയാം. അമിക്കബിൾ സെറ്റിൽമെന്റ് എന്നൊക്കെ ആൾക്കാർ പൊതുവെ പറയും. അതായത് വഴക്കും വക്കാണമൊന്നുമില്ലാതെ കാര്യങ്ങൾ കടവിലടുപ്പിക്കുന്ന രീതി. ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. ചേട്ടനും ആ വഴിക്ക് നീങ്ങിയ എല്ലാം ശുഭമാകും. ശരി ചേട്ടാ, പിന്നീട് കാണാം. അമ്മേ ദേവി. അണ്ണാ, പണ്ട് നമ്മുടെ തിരുട്ട് ഗ്രാമത്തിൽ ഇരുമ്പ് പണിയൊക്കെ ചെയ്തിരുന്നൊരു കണ്ണമേശ്ശേരി അണ്ണൻ ഓർമ്മയുണ്ടോ? കണ്ണമേശ്ശേരി അറിയാം. ഗ്രാമത്തിലെ തിരുട്ട് പയലുകൾക്ക് വാളും കത്തിയും കൊടുവാളും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നത് ഈ കണ്ണമേശ്ശേരി ആയിരുന്നു. മേശ്ശേരിയുടെ വാളെടുത്ത് ഒരുത്തന്റെ കഴുത്ത് വെട്ടിയ കഴുത്തറ്റ് വാളും മറുവശത്തൂടെ പോവും. വെട്ടുകൊണ്ടവൻ അറിയില്ല കഴുത്ത് പോയോ ഇല്ലയോ എന്ന്. അത് ഞാനും കേട്ടിട്ടുണ്ട്. നല്ല മൂർച്ചയായിരിക്കും അല്ലേ? മൂർച്ചയുണ്ടെന്ന് മാത്രമല്ല, എത്ര കാലം ഉപയോഗിച്ചാലും അതങ്ങനെ തന്നെ മൂർച്ച നിൽക്കുകയും ചെയ്യും. ആ കണ്ണൻ മേശ്ശേരിയുടെ മോൻ പൊന്നൻ, അവനിപ്പോ മോഡേണാ. കത്തിയും കൊടച്ചക്രമൊന്നുമല്ല. ദാ തോക്ക്, രസികൻ തോക്ക്. ഇത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. വില അല്പം കൂടുതലാണെങ്കിലും അതിന് തക്ക ഗുണമുണ്ടെണ്ണ.